കുലസ്ത്രീക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡെഫിനേഷൻ എന്താണെന്ന് സത്യമായിട്ട് എനിക്കറിയില്ല. ഞാൻ കാറിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടേ ഇവര് പൊക്കിയെടുത്താണോ ഇവിടെ എന്നെ കൊണ്ട് എനിക്ക് സംശയം. താങ്ക് യു. എന്നിട്ട് വേണ്ടാത്ത ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ. ഒന്ന് ലൂസായിരിക്കണം ചേച്ചി. ബിഗ് ബോസ് കാണാറുണ്ട്? ഇല്ല, കാണാറില്ല. ചേച്ചിക്ക് പരിചയമുള്ള ആരെല്ലാം ഉണ്ടോ ഈ പ്രാവശ്യം? അനു ഉണ്ട്, എനിക്ക് പരിചയമുള്ളവരേ ഉള്ളൂ. അനു ഉണ്ട്, ഷാനു ഉണ്ട്, പരിചയമുള്ളവരൊക്കെ ഉണ്ട്. അനുമോൾക്ക് 16 ലക്ഷം രൂപയ്ക്ക് PR ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിനെ പറ്റി എനിക്ക് ഈ PR-നെ പറ്റി തന്നെ അറിയില്ല. നിങ്ങളൊക്കെ ഉള്ളിടത്ത് എന്തിനാ ഈ PR ഒക്കെ അല്ലേ? നിങ്ങളൊക്കെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുപോകില്ലേ? PR-നെ പറ്റി അറിയില്ലായിരുന്നു, കോണ്ടന്റിനെ പറ്റി അറിയില്ലായിരുന്നു, സ്ട്രാറ്റജിയെ പറ്റി അറിയാം. ഇതൊന്നും അറിയാണ്ട് അവിടെ വളരെ നിഷ്കളങ്കമായിട്ട് പോയി 100 ദിവസം നിന്നിട്ട് വന്ന ഒരാളായതുകൊണ്ട് എനിക്കെന്തോ ഷാനവാസിന് മാത്രമേ ചേച്ചിക്ക് പരിചയമുള്ളൂ ഈ സീസണിലെ? അനുവിനെ പരിചയം. ഷാനവാസിക്കോ? പരിചയമുണ്ട്. ആര് കപ്പടിക്കണം ചേച്ചിന്റെ ഒരു ആഗ്രഹം? എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് ആര് കപ്പടിച്ചാലും മതി. വീണ ചേച്ചി ഫൈനൽ 3 പറഞ്ഞു കേട്ടോ. ഫൈനൽ കാണുന്നുണ്ടായിരിക്കും, ഞാൻ കാണുന്നില്ല. ചേച്ചി കാണുന്നുണ്ടെന്നാ പറഞ്ഞു. അവള് കാണുന്നുണ്ടായിരിക്കും, കാണുന്നവർക്കല്ലേ. കാണുന്നുണ്ട്, ആഗ്രഹം പറഞ്ഞല്ലോ നമ്മുടെ. ശരി. ചേച്ചിക്ക് ഇനി ഒരു ഇതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ബിഗ് ബോസ് തീർച്ചയായിട്ടും പോകും. കാരണം മക്കളെ എന്താ ചോദിച്ചേ, അവസരം കിട്ടിയാൽ ഇനിയും പോകും. എനിക്ക് ഇഷ്ടമാണ് ബിഗ് ബോസ് പോകാൻ ഇഷ്ടം. ചേച്ചിക്കുള്ള സീസണായിരുന്നു കുറച്ചുകൂടി റിപ്പീറ്റ് വാല്യൂ ഉള്ള സീസൺ പറയാറുണ്ട് ആൾക്കാർ. ചേച്ചിയുടെ ചേച്ചി മാത്രമല്ല, ആ സീസണിൽ എല്ലാവരും ഭയങ്കര സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആയിരുന്നല്ലോ. അപ്പോൾ ആ സീസണെ കുറിച്ച് പൊതുവെ എല്ലാവരും എടുത്ത് പറയാറുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോഴും ഓരോ ബിഗ് ബോസ് വരുമ്പോഴും ആൾക്കാർ കാണാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഈ ബിഗ് ബോസ് വിട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ചോദിച്ചാലോ? നല്ലായിരിക്കും അല്ലേ? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് ആണ്, അതുകൊണ്ടാണ്. ശരി. റിയാസ് ചേച്ചി അനുകരിച്ചിട്ട് ഒരുപാട് നല്ല നല്ല റീലുകൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഈ സീസണിൽ അങ്ങനത്തെ നല്ല നല്ല റീലുകളൊന്നും പുറത്തു വരും. അതിന് റിയാസിനെ ഒരുക്കി കൊടുത്തത് ഞാനായിരുന്നല്ലോ എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ ഒരാളെ ഒരുക്കി കൊടുക്കാൻ മനസ്സുള്ള ഒരാളും കൂടെ വേണം. ഒരാളിൽ നിന്നൊരു സാധനം പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്കും അതിനോടൊരു താല്പര്യം ഉണ്ടാവണം. അങ്ങനെയൊക്കെയാണ് നല്ല കണ്ടന്റ് ഉണ്ടാവുന്ന. അങ്ങനെയൊക്കെയല്ലേ. ശത്രുവൊന്നുമല്ല. എന്തിനാ ശത്രുത? അങ്ങനെയൊന്നുമില്ല. ആശയപരമായിട്ടുള്ള ചില വിയോജിപ്പുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾക്ക് പോസിറ്റീവാണ്, കുറേ കാര്യങ്ങൾക്ക് നെഗറ്റീവാണ്. അഭിപ്രായം എപ്പോഴും നമ്മളുടെ വ്യക്തിപരമായിട്ട് ഉള്ളതായിരിക്കും. എല്ലാവർക്കും ആ അഭിപ്രായം ആവണം. അയ്യോ ചേച്ചിയുടെ എങ്ങനെ നിൽക്കണം എന്നുള്ളത് നന്നായിട്ട് അറിയാം. നിങ്ങൾ ഈ കുലസ്ത്രീ എന്ന് ഉദ്ദേശിക്കുന്നത് അതിന് മുമ്പ് ഇവള് പോയപ്പോ ഇവളെയും കുലസ്ത്രീ എന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെ പറഞ്ഞിട്ടില്ല. അത് അറിയില്ല എനിക്ക്. അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കുലസ്ത്രീക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡെഫിനേഷൻ എന്താണെന്ന് സത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അതിൽ ഭയങ്കര പ്രൗഡാണ് കേട്ടോ. കുടുംബം വീടും ഇതൊക്കെ നോക്കുന്നവരെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ നല്ല കുലം ചീത്ത കുലം എല്ലാവരുടെ കുലവും നല്ലത് തന്നെയാണ്.